ഈ ഭരണം കൊള്ളില്ല എന്നുള്ള ഒരു പ്രയോഗത്തെ ജനം പാടെ തള്ളിക്കളയുകയാണ്. കാരണം ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങളാവട്ടെ, ഭരണത്തിൻ്റെ ഗുണഗണങ്ങളാവട്ടെ, അതൊരു തലമുറയ്ക്ക് വേണ്ടി CPM ഒരുക്കുന്നുണ്ട് എന്നുള്ളത് കുറേ അധികം പേർക്കെങ്കിലും ഇപ്പോഴും വിശ്വാസ്യത വന്നിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് പറഞ്ഞ് അതിലൊരു ഇടിവ് തട്ടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ തിരിച്ചറിവ് ഡോക്ടർ പി സേനുണ്ടായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോട് കൂടിയാണോ? ഏത് ഈ തിരിച്ചറിവ് സർക്കാർ കൊള്ളാം, അല്ല അങ്ങനെയല്ല, സർക്കാർ കൊള്ളാം എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ബോധ്യക്കുറവല്ലല്ലോ, പൊതുവിൽ ആളുകളുടെ ബോധ്യത്തെ എന്താണെന്ന് വിലയിരുത്താൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് കഴിവുണ്ടാകണം. അപ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് അത്തരം ബോധ്യങ്ങൾ തന്നെ തുടരുന്നത് എന്നും, എങ്ങനെയാണ് കോൺഗ്രസ് ഒരു പരാജയമാകുന്നത് എന്നും, കോൺഗ്രസിന് എന്തുകൊണ്ടാണ് പ്രായോഗികമായി ഒരു രാഷ്ട്രീയ സംവിധാനം എന്നുള്ള രീതിയിൽ ദേശീയ തലത്തിലും കേരളത്തിലും ഒരു അസ്തിത്വം ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് എന്നുമൊക്കെ ഉണ്ടായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് എന്നുള്ളതിനെ ത്യജിക്കണം എന്നുള്ള തീരുമാനം ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്